ജലം അമൂല്യമാണ്. ഓരോ തുള്ളി ജലത്തിനും ഒരു ജീവന്റെ വിലയാണുള്ളത്. മനുഷ്യരിലും മൃഗങ്ങളിലും സസ്യലതാദികളിലും എന്നുവേണ്ട സകല ചരാചരങ്ങളിലും വെള്ളത്തിന്റെ മാന്ത്രിക സ്പർശമുണ്ട്. ഇന്ന് മിക്ക കർഷകരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ജല ദൗർലഭ്യതയാണ്. ഭൗമോപരിതലത്തിൽ ലഭ്യമായ ജലത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞുവരുന്നു. മഴയുടെ ലഭ്യതക്കുറവും കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ആഴത്തിൽ നിന്നും ജലം വേണ്ടിവരികയും ജലസേചനത്തിന് പമ്പ് സെറ്റുകൾ ഒരു അനിവാര്യ ഘടകമായി മാറുകയും ചെയ്യുന്നു. കൃഷിദർശന്റെ ഈ തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായൊരു വിഷയമാണ് തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളം വളരെ ശക്തമായ വരൾച്ചയിൽ അകപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ 14 ജില്ലകളും വരൾച്ചാബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദയനീയമായ കാഴ്ചയാണ് നമുക്കെപ്പോഴും കാണാൻ കഴിയുന്നത്. ഈ അവസരത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ കേരളത്തിലെ മലയാളികൾ ഈ പ്രശ്നത്തിൻ്റെ ആധിക്യത്തെ പറ്റി ചിന്തിക്കുന്നത്. ഇപ്പോഴും ചിന്തിച്ചിട്ടില്ലെന്ന് വേണം കരുതാൻ. ഏത് സാധനവും നിന്നുപോകും, അല്ലെങ്കിൽ അതിൻ്റെ ദൗർലഭ്യം നമ്മൾ അനുഭവപ്പെടും എന്നുള്ളതിനെ പറ്റി ഒരിക്കലും നമ്മൾ മുൻകൂട്ടി ചിന്തിക്കാറില്ല. ഈ വെള്ളം ഭൂമിയിൽ എങ്ങനെ അത് സ്റ്റോർ ചെയ്യപ്പെടുന്നു, എങ്ങനെ കാര്യക്ഷമമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. കാർഷിക ആവശ്യത്തിൽ കുറെ കൂടെ കാര്യക്ഷമത കൂട്ടുന്നതിന് ജലസേചന പമ്പ് സെറ്റുകൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഉപകരണങ്ങളാണ്. ഇത്തരം ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ ശ്രദ്ധിച്ചാൽ അത് കുറച്ചുകൂടി കാര്യക്ഷമമായി നമുക്ക് കൃഷിയിലേക്ക് ഉൽപ്പാദനം കൂട്ടാൻ കഴിയും. വളരെ പ്രസക്തമായി ഇത്തരം കർഷകരുടെ ആവലാതികൾക്കും പ്രശ്നങ്ങൾക്കും ഉത്തരം കാണേണ്ട രീതിയിലുള്ളൊരു ചർച്ചയാവട്ടെ നമ്മുടെ ഇന്നത്തെ സായാഹ്നത്തിലെ ഈ പരിപാടി. നമ്മളോടൊപ്പം അതിഥിയായി ഇന്നിവിടെ ചേരുന്നത് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിലെ KS ഉദയകുമാർ സാറാണ്. സാറ് അഗ്രികൾച്ചർ എഞ്ചിനീയറാണ്, ഹൈടെക് ഫാമിന്റെ ടെക്നിക്കൽ ഹെഡുമാണ്. സർവോപരി പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ തിയറിയുടെ വശത്തെ മറികടന്നുകൊണ്ട് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒട്ടനവധി സൊല്യൂഷൻസ്, അതിൻ്റെ ഉത്തരങ്ങളുമായിട്ടാണ് സാർ എത്തിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു പരിപാടി കാണുമ്പോൾ സാറിനെ പറ്റി കുറെ കൂടി വളരെ നന്നായി മനസ്സിലാകും. അത്ര നല്ല രീതിയിൽ കർഷകരോട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന്, ഇന്നലെ സാറ് പാലക്കാട് അല്ലെ, പീരുമേടായിരുന്നു. അപ്പോൾ അത്രയും നല്ല രീതിയിൽ കർഷകരുമായിട്ട് സംവേദിക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണാനും കഴിയുന്ന നല്ലൊരു എഞ്ചിനീയറെയാണ് ഇന്ന് നമുക്ക് ഈ പരിപാടിയിലേക്ക് കിട്ടിയിരിക്കുന്നത്. സാറിനെ ഇവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ, നമുക്ക് പലപ്പോഴും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണെങ്കിലും എപ്പോഴും കർഷകരെ പറയാനുള്ളത് ഇനിയും കിണറ്റിലെ വെള്ളം കിട്ടാൻ വേണ്ടി കൂടുതൽ താഴ്ക്കണം, കൂടുതൽ താഴ്ത്തിയാൽ മാത്രമേ നമുക്ക് വെള്ളം കിട്ടുകയുള്ളൂ. അതിപ്പം കർഷകരുടെ മാത്രം പ്രശ്നമല്ല, ഒരു 5 സെന്റ് സ്ഥലത്ത് വീട് വയ്ക്കുന്ന ഒരാൾ പോലും അത്തരം ഒരു പ്രശ്നത്തിൽ കിടന്ന് ഈ അവസരത്തിൽ ഉഴലുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ പരിസ്ഥിതിയെ പറ്റി സാറിന് എന്താ പറയാനുള്ളത്? നേരത്തെ ആശ പറഞ്ഞു തുടങ്ങിയതിൽ തന്നെ തുടങ്ങാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വരൾച്ചയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മളൊരു 20 വർഷം ഇല്ല 25 വർഷം മുന്നേ നമ്മൾ പുറകോട്ട് പോകേണ്ടി വരും. ഒരു കാലത്ത് നമ്മുടെ വാട്ടർ ടേബിൾ ഏകദേശം 6 മീറ്ററോ 7 മീറ്ററോ ആയിരുന്നു. ഭൂനിരപ്പിൽ നിന്ന് 6 മീറ്ററോ 7 മീറ്ററോ താഴ്ത്തിയാൽ കേരളത്തിൽ ഏകദേശം എല്ലായിടത്തും പാലക്കാട് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഇടുക്കി ജില്ലയുടെ ചില ഭാഗങ്ങൾ ഒഴിച്ച് നമുക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് ഏതാണ്ട് 15 മീറ്റർ 16 മീറ്ററോളം താഴ്ന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അക്കാലത്ത് വീട്ടാവശ്യത്തിനായാലും കാർഷിക ആവശ്യങ്ങൾക്കായാലും ജനങ്ങൾ ഒന്നുകിൽ തേക്ക് കുട്ടയോ അല്ലെങ്കിൽ ചക്രം ചവിട്ടിയോ ഒക്കെയാണ് കുട്ടനാടൻ ഏരിയയിൽ നമ്മൾ ജലസേചനം നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് പാരമ്പര്യേതര സംവിധാനങ്ങൾ, അതായത് പഴയ രീതികൾ പരമ്പരാഗതമായി ഉപയോഗിച്ചു കൊണ്ടുവന്നിരുന്ന തേക്ക് കുട്ടയോ അല്ലെങ്കിൽ ചക്രമോ അല്ലെങ്കിൽ തൊട്ടിയും കയറുമോ ഇന്ന് ജലസേചനത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. വളരെയധികം ആഴത്തിലേക്ക് ജലസ്രോതസ് താഴുകയും അത് കാരണം നമുക്കൊരിക്കലും മനുഷ്യപ്രയത്നം കൊണ്ട് ഒരിക്കലും വെള്ളം കൃഷിക്ക് കുടിക്കാൻ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ വന്നപ്പോൾ കാർഷിക ആവശ്യങ്ങൾക്ക് ഒരിക്കലും ഈ വെള്ളം നമുക്ക് ഉപയുക്തമാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് താഴ്ന്നു പോയിരിക്കുന്നു. അപ്പോഴാണ്
നമ്മൾ കാർഷിക പമ്പ് സെറ്റുകളെക്കുറിച്ചും അല്ലെങ്കിൽ പമ്പ് സെറ്റുകളെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കാൻ ഇടവരുത്തിയത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ കാർഷിക പമ്പ് സെറ്റുകളുടെ പ്രസക്തി അവിടെ നിന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു. നമുക്കിപ്പോൾ ഈ വെള്ളം വീണ്ടും വീണ്ടും താഴ്ത്തുന്ന ആ ഒരു രീതി പറയുന്നുണ്ടല്ലോ, ഭൂഗർഭ ജലവിധാനം താഴ്ന്നു പോകുന്നതിനെ പറ്റി. അപ്പോൾ അതിനെ ഇത്തരത്തിലുള്ള നമുക്ക് ഇപ്പോഴാണോ അത് നോക്കി കാണേണ്ടത്, അതോ ഇനി നമുക്ക് അതിനകത്ത് കൂടുതൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ പ്രത്യേകിച്ച് മലയാളികളുടെ പ്രത്യേകത, മഴ വരുമ്പോൾ വെള്ളത്തെക്കുറിച്ച് മറക്കുകയും വേനൽ വരുമ്പോൾ വെള്ളത്തെക്കുറിച്ച് ആവലാതിപ്പെടുന്ന ജനങ്ങളാണ് പൊതുവേ മലയാളികൾ. വെള്ളത്തിൻ്റെ കാര്യത്തിൽ വളരെ ധാരാളിത്തം നമുക്ക് ഒട്ടും വിട്ടുമാറിയിട്ടില്ല. മഴ തുടങ്ങുമ്പോൾ തന്നെ കിണറുകളിലേക്ക് പരമാവധി വെള്ളം റീചാർജ് ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ 15 മീറ്ററോ 16 മീറ്ററോ ഭൂഗർഭ ജലവിധാനം, അതായത് നമ്മൾ ഊറ്റുവെള്ളം കിട്ടുന്ന രീതിയിലുള്ള ജലവിധാനം താഴ്ന്നു നിൽക്കുകയാണ്. അതിനെ നമ്മളൊരു 10 മീറ്റർ എങ്കിലും നിർത്തിയാൽ ഈ പ്രശ്നം പരമാവധി നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒപ്പം തന്നെ ഈ ഒഴുകിപ്പോകുന്ന വെള്ളം നമുക്കറിയാം, ഒരു മഴ പെയ്താൽ കിട്ടുന്ന വെള്ളം ഏകദേശം 5 മുതൽ 10 മണിക്കൂർ കൊണ്ട് കടലിലേക്ക് എത്തുകയാണ്. ഈ വെള്ളത്തെ പരമാവധി എങ്ങനെയെങ്കിലും കിണറിലേക്ക് അല്ലെങ്കിൽ കിണറിലേക്ക് റീചാർജ് ചെയ്ത് എത്തിച്ചാൽ പരമാവധി വെള്ളം നമുക്ക് കിണറിലേക്ക് എത്തുകയും കിണർ പൂരിതമാകുകയും ഈ എല്ലാ വർഷവും കിണർ താഴ്ത്തുന്ന ഒരു രീതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും. നമുക്ക് ഒരു കൃഷി ഓഫീസർ എന്നുള്ള രീതിയിൽ പലപ്പോഴും പമ്പ് സെറ്റിന്റെ പല പദ്ധതികളും നമുക്ക് വരാറുണ്ട്. കർഷകരോട് ജലസേചന ആവശ്യത്തിന് കിണർ കൊടുക്കുന്ന സമയത്ത് ഇത്ര HP ഒരു മോട്ടർ എന്നതിൽ കവിഞ്ഞ് കൂടുതൽ അഡ്വൈസ് ഒന്നും ഞങ്ങൾക്കും കൊടുക്കാൻ കഴിയാറില്ല. അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇത്തരം അഡ്വൈസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരിപ്പം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളുടെ അടുത്ത് വരുന്നത്. അതല്ലാതെ അവർ പോയി പമ്പ് സെറ്റ് വാങ്ങുകയാണെങ്കിലും ചിലപ്പോൾ ഒരു ഇലക്ട്രിക്കൽ തൊഴിലാളിയോ അല്ലെങ്കിൽ ഒരു പ്ലംബിംഗ് തൊഴിലാളിയുടെ ഉപദേശം, അല്ലെങ്കിൽ ഒരു ഡീലർ അല്ലെങ്കിൽ ഒരു ഏജൻസി അവരുടെ ഉപദേശം അനുസരിച്ചാണ് പമ്പ് സെറ്റ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ശാസ്ത്രീയമായ ഒരു ബോധത്തോടു കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഉപദേശത്തിന്റെ പുറത്ത് പമ്പ് സെറ്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വളരെയധികം കാര്യങ്ങൾ ഒരു പമ്പ് സെറ്റ് സെലക്ട് ചെയ്യുമ്പോഴത് കൃഷിക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്തൊക്കെ കൃഷിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നുള്ളത് ആദ്യം ഒന്ന് വിലയിരുത്തേണ്ടി വരും. എത്ര സ്ഥലം കൃഷിക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, എത്ര ജലം നമുക്ക് ലഭ്യമാണ്. ഏതെങ്കിലും ഒരു വാട്ടർ സോഴ്സ് കാണുമല്ലോ, കിണറാണെങ്കിലും കുളമാണെങ്കിലും അല്ലെങ്കിൽ കനാലാണെങ്കിലും എത്രത്തോളം വെള്ളം അദ്ദേഹത്തിൻ്റെ കൃഷിക്ക് ആവശ്യമായി ഇതിന് വിനിയോഗിക്കാൻ കിട്ടും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ. പിന്നെ മണ്ണിൻ്റെ തരം, ഇപ്പോൾ സാൻഡി സോയിലിൽ ഉള്ള ജലസേന രീതി ആയിരിക്കുകയില്ല ഒരിക്കലും ക്ലേ സോയിലുള്ളത്. അതുപോലെ സ്ഥലത്തിൻ്റെ കിടപ്പ്, ചരിവ്, ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വിളയുടെ തരം, ജലസ്രോതസ്സിൻ്റെ ജലലഭ്യത, ഇലക്ട്രിസിറ്റിയുടെ ലഭ്യത. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പമ്പ് സെറ്റ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു വിലയിരുത്തൽ. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിലും പമ്പ് സെറ്റ് പ്രവർത്തിപ്പിക്കാം, വേറെ ഓയിൽ എഞ്ചിൻ ഉപയോഗിച്ച്. ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങളെ ആശ്രയിച്ചാണ് പമ്പ് സെറ്റ് സെലക്ട് ചെയ്യേണ്ട പ്രാഥമിക കാര്യങ്ങൾ വരുന്നത്. രണ്ടാമത്തത് പമ്പ് സെറ്റിൻ്റെ കാര്യക്ഷമത. സർ, നമുക്ക് തിരിച്ചു വരാം. ഒരു കോളുണ്ട്. ഹലോ, ആരാണ്? ഞാൻ നിതിൻ, എന്റെ പേര് നിതിൻ എന്നാണ്, എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. എനിക്കൊരു നമ്മുടെ കോഴി ഫാം അതുപോലത്തെ ഫാം ഹൗസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ വെള്ളത്തിന്റെ ലഭ്യത എന്ന് വെച്ചാൽ ഒരു 700 മീറ്റർ അപ്പുറം ഒരു വലിയൊരു കുളമുണ്ട് അവിടെ, 700 മീറ്റർ അപ്പുറം. അപ്പൊ അവിടെ നിന്ന് വെള്ളം അടിച്ച് മേളിൽ കയറ്റാനാണ്. ഈ ഫാം ഹൗസ് തുടങ്ങുന്ന ഒരു കുന്നിന്റെ മേളിലാണ്. അപ്പൊ ഈ കുന്നിന്റെ ഒരു സൈഡിലാണ് ഈ പാറമലയുള്ളത്. അപ്പൊ അവിടെ നിന്ന് വെള്ളം വലിച്ചു കയറ്റാൻ ഏത് തരത്തിലുള്ള പമ്പ് സെറ്റാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ വെള്ളം ലഭ്യമായ സ്ഥലം എത്ര ദൂരമാണെന്ന് പറഞ്ഞ് 700 മീറ്റർ അല്ലേ? 700 മീറ്റർ. എത്ര ഉയരത്തിലേക്ക് എത്തിക്കേണ്ടി വരും വെള്ളം? ഈ 700 മീറ്ററിൽ ഒരു 400 മീറ്ററോളം ഉയരത്തിൽ എത്തിക്കണം. 400 മീറ്റർ ഉയരത്തിൽ എത്തിക്കണം. പേര് നിതിൻ അല്ലേ? നിതിൻ എന്നല്ലേ പറഞ്ഞേ? നിതിൻ, ഇതിന്റെ ഈ ആവശ്യം ഒരു വലിയ ആവശ്യമാണ്. അതായത് 700 മീറ്റർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഭൂമിക്ക് നിരപ്പായിട്ട് പോകുന്ന ഡിസ്റ്റൻസും 700 മീറ്റർ ഉണ്ട്. അതിനകത്ത് 400 മീറ്ററോളം കയറ്റമാണ്. എനിക്കൊരു 10,000 കോഴി, ഒരു 5-6 പോത്ത്, പശു, അങ്ങനെ വ്യാപകമായിട്ട് നല്ല വലിയ 400 മീറ്റർ കയറ്റമാണ്. ഇപ്പൊ എങ്ങനെയാണ് വെള്ളം ഉപയോഗിക്കുന്നത്? ഇല്ല, ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇപ്പൊ ഇത് പ്ലാൻ ചെയ്തോണ്ടിരിക്കും. ഓരോ ഘട്ടമായി തുടങ്ങാൻ. അത് 2 ഘട്ടമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരും. സാധാരണഗതിയിൽ നിങ്ങൾക്ക് ചെലവ് കുറയ്ക്കാൻ 2 ഘട്ടമായിട്ട് ചെയ്യേണ്ടി വരും.
ഈ ഇത്രയും ദൂരത്തിൽ നമ്മൾ ഒരു ഒറ്റ പമ്പ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചെലവ് വളരെ കൂടുതലാണ്. അതിന് ഇതിന് ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യം ഈ ഭൂമിക്ക് നിരപ്പായി കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് വീടിനടുത്തായിട്ട് ഒരു ടാങ്ക് കെട്ടേണ്ടി വരും. ഒരു ടാങ്ക് കെട്ടിയിട്ട് അതിൽ ആദ്യം ഒരു പമ്പ് ഉപയോഗിച്ച്, അതായത് 700 മീറ്റർ എത്തത്തക്ക രീതിയിൽ അതിന് നമുക്ക് പമ്പ് സെറ്റ് ഉണ്ടാവും. എത്ര ലിറ്റർ വെള്ളം ഒരു ദിവസം ആവശ്യം വരും? നല്ലൊരു എമൗണ്ട് ആവശ്യം വരും. നല്ലൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം പറയണം. ഉദ്ദേശം ഒരു 5000 ലിറ്ററോളം ഒരു ദിവസം 5000 ലിറ്റർ. 5000 ലിറ്റർ ആവശ്യമുണ്ടെങ്കിൽ വലിയ കുഴപ്പം വരത്തില്ല. അതായത് നിങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു ടാങ്ക് കെട്ടിയിട്ട് ഒരു 5000-ന്റെ 2 ടാങ്ക് വാങ്ങിക്കുക, 14 ലിറ്റർ ആയി. ഇതിലേക്ക് ആദ്യം ഈ ജലസ്രോതസ്സിൽ നിന്ന് വെള്ളം ഇതിലോട്ട് അടിച്ചിടുക. അതിന് ഏകദേശം ഒരു 4 സ്റ്റേജ് പമ്പ് സെറ്റ് വേണ്ടി വരും. 4 സ്റ്റേജ് പമ്പ് വയ്ക്കേണ്ടത് എപ്പോഴും ജലസ്രോതസ്സിനടുത്തായിരിക്കണം. ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ജലസ്രോതസ്സിനടുത്ത് പമ്പ് വയ്ക്കുക. അവിടുന്ന് ആദ്യം പമ്പിൽ വെള്ളം അടിച്ച് നമ്മൾ ഈ ടാങ്കിൽ നിക്ഷേപിക്കുക. ഈ 5000 14 ലിറ്റർ ടാങ്കിൽ. ആ ടാങ്കിൽ നിന്ന് വേറൊരു പമ്പ്, ഒരു 2 സ്റ്റേജിന്റെ പമ്പ്, 2 സ്റ്റേജ് 2 ഇമ്പലർ കാണും അതിൽ. അത് ഉപയോഗിച്ച് ഈ വെള്ളം ഈ 400 മീറ്റർ ഉയരത്തിലേക്ക് എത്തിക്കുക. 400 മീറ്റർ മുഴുവൻ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലല്ലോ. അതില് ഈ 400 മീറ്റർ 2 സ്റ്റേജ് പമ്പ് വാങ്ങിക്കുക. അപ്പൊ ഇത് 2 പമ്പ് വാങ്ങിക്കുക. 2 പമ്പും കൂടെ ആകുമ്പോഴത് ഏകദേശം 4 2 6 സ്റ്റേജിൽ ഈ വെള്ളം നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിക്കാൻ പറ്റും. ആ രീതിയിൽ ചെയ്യണം. അതുപോലെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഗുണമേന്മയുള്ള പമ്പ് മാത്രം സെലക്ട് ചെയ്യുക. നല്ല ഏതായാലും നല്ല കമ്പനികളുടെ പമ്പ് സെറ്റ് സെലക്ട് ചെയ്യാൻ, സ്പെയർ പാർട്ട് കിട്ടുന്നതും നല്ല കമ്പനികളുടെ പമ്പ് സെറ്റ് സെലക്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ചെലവ് കുറയ്ക്കാൻ പറ്റിയ കാര്യം. പിന്നെ നിങ്ങളുടെ ഈ സ്ഥലത്ത് നമുക്ക് ഇലക്ട്രിസിറ്റി എത്തിയിട്ടില്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് പെട്രോൾ എഞ്ചിൻ ഉപയോഗിക്കാം, പെട്രോളോ ഡീസൽ എഞ്ചിനോ ഉപയോഗിക്കാം. വീട്ടിനടുത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടല്ലോ, അവിടുന്ന് ഉപയോഗിക്കുന്നത് വൈദ്യുതി ഉപയോഗിച്ചുള്ള പമ്പ് സെറ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ആദ്യം ഇതൊന്ന് സർവേ നടത്തണം. ഇത് എറണാകുളം ജില്ലയാണെങ്കിൽ ആദ്യം ഇതൊന്ന് സർവേ നടത്തണം. അവിടെ എറണാകുളം ജില്ലയിൽ കൃഷി വിജ്ഞാന കേന്ദ്രമുണ്ട്. അവിടെ ചെന്നാൽ അവിടെ അഗ്രികൾച്ചർ എഞ്ചിനീയേഴ്സ് കാണും. അവരോടൊന്ന് ഈ സ്ഥലത്ത് ഒന്ന് നോക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും സൗകര്യമായിരിക്കും. ഇതിന്റെ നമ്പർ ഇനി തരാം. ഇതിന്റെ ഇപ്പൊ കിട്ടുകയില്ല. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിന്റെ നമ്പർ തരാം. ഈ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നമ്പർ തരാം. അവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ അവര് ഇതിന് വേണ്ട മാർഗനിർദ്ദേശം തരും. നിതിൻ, ഈ പ്രോഗ്രാമിന്റെ അവസാനത്ത് ഉദയകുമാർ സാറിന്റെ നമ്പർ തീർച്ചയായും പറയും. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഫാമിന്റെ പ്രോഗ്രസ് അനുസരിച്ച് ഇടയ്ക്ക് സംശയങ്ങൾ വിളിച്ചു ചോദിക്കാം. വിളിച്ചതിൽ നന്ദി സാർ. നമുക്ക് തിരിച്ചു വരാം. പമ്പ് സെറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനെപ്പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വിളയുടെ ആവശ്യം അനുസരിച്ച് നേരത്തെ നിതിൻ പറഞ്ഞതിൽ തന്നെ തുടങ്ങാം. അദ്ദേഹത്തിന്റെ സംശയം ഒരു വളരെ ജെന്യൂനായിട്ട് സംശയമാണ്. അതായത് പമ്പ് സെറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം അദ്ദേഹം ഡയറി ഫാമും കോഴി വളർത്തും എല്ലാം കൂടെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഒരു മൾട്ടിപർപ്പസ് ഫാമിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിന് എത്ര വെള്ളം ആവശ്യമുണ്ടെന്ന് ആദ്യമേ നമുക്കൊരു മനസ്സിലൊരു രൂപം വേണം. ഇപ്പോൾ ഒരു ദിവസം 10000 ലിറ്റർ അദ്ദേഹം പറഞ്ഞ വെള്ളം കുറവാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ 5000 കൂടുതൽ വേണ്ടി 5000 ലിറ്റർ വളരെ കുറവാണ്. ഒരാളിന് ഒരു ദിവസം ഉപയോഗിക്കാൻ 100 ലിറ്റർ വേണം. അപ്പോൾ ഈ 5000 ലിറ്റർ ഉപയോഗിച്ച് പുള്ളിക്ക് വലിയൊരു ഫാം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്ന രീതിയിലാണെങ്കിൽ. അതിനാദ്യം എത്ര ലിറ്റർ വെള്ളം ആവശ്യമുണ്ട് എന്നുള്ളൊരു കണക്ക് കൃഷിക്കാരന് ആദ്യമേ മനസ്സിൽ വേണം. എന്നിട്ട് വേണം നമ്മൾ ജലസ്രോതസ്സിൻ്റെ ലഭ്യത കാൽക്കുലേറ്റ് ചെയ്യാൻ. ജലസ്രോതസ്സിൻ്റെ ലഭ്യതയും ആവശ്യമായ വെള്ളത്തിൻ്റെ അളവും തമ്മിൽ താരതമ്യം വേണം, പരസ്പരം ബന്ധപ്പെട്ടിരിക്കണം. ഉദ്ദേശിച്ച വെള്ളം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യം നടക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ പമ്പ് സെറ്റ് സെലക്ഷനിലോട്ട് വരുന്നുള്ളൂ. എന്നിട്ട് വേണം പമ്പ് സെറ്റ് സെലക്ട് ചെയ്യാൻ. സർ, നമുക്ക് ഈ വിളകളുടെ കാര്യം പറയുമ്പോഴും എപ്പോഴും വെള്ളം ആവശ്യമുള്ളത് നെൽകൃഷിക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള വിളകൾക്ക് അതിൽ കുറച്ചു മതി. അപ്പോൾ അതിനകത്തും ഈ പമ്പ് സെറ്റിൽ സാർ പറഞ്ഞ ഇതിനകത്ത് കുറേ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു സെൻട്രിഫ്യൂഗൽ, മോണോ ബ്ലോക്ക് പമ്പ്, അതുപോലെ തന്നെ സബ്മേഴ്സിബിൾ പമ്പ്, പിന്നെ അതേപോലെ നമുക്ക് ചെലവ് കുറഞ്ഞ
ഇലക്ട്രിക് പമ്പുകൾ, ഡീസൽ പമ്പ്, പെട്രോൾ പമ്പ്. അപ്പം ഇത്തരത്തിലുള്ള പ്രധാനമായിട്ടും നമ്മൾ കൃഷി ആവശ്യത്തിൽ കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇലക്ട്രിക് പമ്പും അതുപോലെ സബ്മേഴ്സിബിൾ പമ്പുമാണ്. പ്രധാനമായിട്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സബ്മേഴ്സിബിൾ പമ്പും സെൻട്രിഫ്യൂഗൽ പമ്പ് സാധാരണ പ്രവർത്തനമെല്ലാം ഒരുപോലെയാണ്. സബ്മേഴ്സിബിൾ പമ്പിൽ ജലം പമ്പ് സെറ്റ് എപ്പോഴും ഇലക്ട്രിക് മോട്ടറും അതിൻ്റെ പമ്പും എപ്പോഴും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കും. അതിന് വെള്ളം അതിന് ഉള്ളിൽ കയറാത്ത രീതിയിൽ സീൽ ഉപയോഗിച്ച് അത് കവർ ചെയ്ത് അത് സ്ഥിരമായിട്ട് വെള്ളത്തിൽ കിടന്നാലും വെള്ളം അതിന് ഉള്ളിൽ കയറുകയോ അത് കേടുപാടുകയോ ഉണ്ടാകുകയോ ചെയ്യുകയില്ല. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന ഒരു മനുഷ്യൻ്റെ രീതി എന്ന് പറഞ്ഞാൽ എപ്പോഴും സബ്മേഴ്സിബിൾ പമ്പ് സെലക്ട് ചെയ്യുകയാണ്. സബ്മേഴ്സിബിൾ പമ്പിന് മറ്റൊന്നായിട്ടുള്ള വ്യത്യാസം, ഈ മോണോബ്ലോക്ക് സെൻട്രിഫ്യൂഗൽ പമ്പ് എപ്പോഴും ഭൂനിരപ്പിലാണ് വയ്ക്കുന്നത്, വെള്ളത്തിൽ മുക്കിയല്ല ഇടുന്നത്. സബ്മേഴ്സിബിൾ പമ്പ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കും. സെൻട്രിഫ്യൂഗൽ പമ്പ് സാധാരണ മോണോബ്ലോക്ക് സെൻട്രിഫ്യൂഗൽ പമ്പ് കാർഷിക ആവശ്യത്തിന് ഏറ്റവും അനുയോജ്യമായ പമ്പാണ്. അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലൈഫ് വളരെ കൂടുതലാണ്. മോണോബ്ലോക്ക് സെൻട്രിഫ്യൂഗൽ പമ്പിന് ഏകദേശം 15,000 മുതൽ 20,000 മണിക്കൂർ വരെ നമുക്കിത് തുടർച്ചയായിട്ട് ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ഏകദേശം 15 വർഷം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നർത്ഥം. പക്ഷേ സബ്മേഴ്സിബിൾ പമ്പിൻ്റെ ആയുസ് 3 മുതൽ 5 വർഷമാണ്. 5 വർഷം കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ സബ്മേഴ്സിബിൾ പമ്പും കേടാകാൻ സാധ്യതയുണ്ട്. വിലയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു കുതിരശക്തിയുള്ള അല്ലെങ്കിൽ 1 HP ഉള്ള ഒരു മോണോബ്ലോക്ക് സെൻട്രിഫ്യൂഗൽ പമ്പിന് 3,500 രൂപയാണ് വിലയെങ്കിൽ മറ്റേതിന് ഇതിൻ്റെ 3 ഇരട്ടി വരേണ്ട 12,000 രൂപയോളം വില വരും. അതാണ് വ്യത്യാസം. കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ കാര്യമായി എടുക്കേണ്ടതുണ്ട്. കൃഷിക്കാർക്ക് ഒരു കടയിൽ പോയി ഒരു പമ്പ് സെറ്റ് വേണമെന്ന് പറഞ്ഞാൽ കടക്കാരന് എടുത്ത് കൊടുക്കുന്നത് എപ്പോഴും സബ്മേഴ്സിബിൾ പമ്പായിരിക്കും. കാര്യം അതിന് കൊണ്ട് വെള്ളത്തിലിട്ട് സ്വിച്ച് ഓൺ ചെയ്താൽ വെള്ളം കിട്ടുമെന്നുള്ള ഒരു ഗുണം അതിനുണ്ട്. പക്ഷേ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ വളരെയധികം ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന പമ്പ് സെറ്റുകളാണ് സബ്മേഴ്സിബിൾ പമ്പ് കൂടുതലും. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ആയുസ്സും അതിൻ്റെ ഇലക്ട്രിക് കൺസംഷനും വൈദ്യുത ഉപഭോഗവും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലാഭകരം നമുക്ക് ബ്ലോക്ക് സെൻട്രിഫ്യൂഗൽ പമ്പാണ്. പക്ഷേ അത് നമ്മൾ പമ്പ് സെലക്ട് ചെയ്യുമ്പോൾ അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ വിഭാഗത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അത് സാങ്കേതിക വിദഗ്ധരെ കൊണ്ട് ഇതൊന്ന് പരിശോധിപ്പിച്ചതിന് ശേഷം ഏത് പമ്പ് വേണമെന്ന് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ മോണോബ്ലോക്ക് പമ്പ് സെറ്റുകൾ സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. തീർച്ചയായും സർ, നമുക്ക് തിരികെ ചർച്ചയിലെത്താം. ഇപ്പോൾ ഒരു ചെറിയ ഇടവേള. കൃഷിദർശൻ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:30, വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:05. നമുക്ക് തിരിച്ച് വരാം സർ. നമ്മുടെ നേരത്തെ പറഞ്ഞത് അനുസരിച്ച് പറഞ്ഞാൽ നമുക്കിപ്പോൾ പമ്പ് സെറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സബ്മേഴ്സിബിൾ പമ്പും അല്ലാതെ തന്നെ മോണോബ്ലോക്ക് പമ്പും തമ്മിലുള്ള വ്യത്യാസം, വിലയുടെ കാര്യത്തിലും ആയുസിൻ്റെ കാര്യത്തിലും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പമ്പ് സെറ്റ് വെക്കുമ്പോൾ, ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരു കർഷകൻ ശ്രദ്ധിക്കണം, ആയുസ് കൂടാനും അതിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമായിട്ട്? അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കർഷകർ ഒരു മോണോബ്ലോക്ക് അല്ലെങ്കിൽ ഒരു സബ്മേഴ്സിബിൾ പമ്പ് വാങ്ങുമ്പോൾ തന്നെ അത് എവിടെ സ്ഥാപിക്കണം, ജലസ്രോതസ്സിൻ്റെ ഏത് ഭാഗത്ത് സ്ഥാപിക്കണം, ഏത് രീതിയിൽ സ്ഥാപിക്കണം, എന്തൊക്കെയായിരിക്കണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എപ്പോഴും പമ്പ് സെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള മോണോബ്ലോക്ക് സെൻട്രിഫ്യൂഗൽ പമ്പുകൾ വയ്ക്കുമ്പോൾ ഈർപ്പരഹിതമായ സ്ഥലത്ത്, നമുക്ക് എല്ലാ കാര്യങ്ങളും പറയുന്നത് പോലെ ഈർപ്പരഹിതമായ ഒരു സ്ഥലത്ത് ജലസ്രോതസ്സിന്, അത് കിണറിലാണെങ്കിൽ കിണറിൻ്റെ അടുത്ത് ഒരു പ്ലാറ്റ്ഫോം കെട്ടി കോൺക്രീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്റ്റീലിൽ ഒരു ഫ്രെയിം ചെയ്തിട്ടോ അതിൻ്റെ മുകളിൽ വയ്ക്കുക. ഇപ്പോൾ മുറിക്കകത്താണ് പമ്പ് സെറ്റ് വയ്ക്കുന്നതെങ്കിൽ, പമ്പ് ഹൗസിനകത്താണ് പമ്പ് സെറ്റ് വയ്ക്കുന്നതെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും ഒരു 60 സെൻറ്റിമീറ്ററെങ്കിലും ഗ്യാപ്പ് വിടണം. ഈ പമ്പിൻ്റെ ഏറ്റവും പുറകിലായിട്ട് മോട്ടറിൻ്റെ സൈഡിലായിട്ട് ഒരു ഫാൻ കാണും. ആ ഫാൻ ഇത് കൂളിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിനെപ്പോഴും ഒരു 60 സെൻറ്റിമീറ്ററെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ കൂളിങ് കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട്, അതായത് നമുക്ക് പ്രൈം ചെയ്യാതെ പമ്പ് ഒരു
10 മിനിറ്റ് ഓടിക്കഴിഞ്ഞാൽ പമ്പ് പെട്ടെന്ന് കത്തിപ്പോകാൻ ചീത്തയാവാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാനായി എപ്പോഴും വായു സഞ്ചാരമുള്ള സ്ഥലത്ത് മാത്രമേ പമ്പ് സെറ്റ് സ്ഥാപിക്കാവുള്ളൂ, ഒരു കാര്യം. 2, ഈർപ്പരഹിതമായ സ്ഥലത്ത് മാത്രമേ വയ്ക്കാവുള്ളൂ. ഇലക്ട്രിക് പമ്പ് സെറ്റുകളാണെങ്കിൽ ഈർപ്പം ഉണ്ടെങ്കിൽ പലപ്പോഴും എർത്തിങ് വരാനും കൂടുതൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാനും സാധ്യത കൂടുതലാണ്. ഒപ്പം തന്നെ ബെൻഡുകൾ, ലോങ് ബെൻഡുകൾ എപ്പോഴും ഉപയോഗിക്കുക. എൽബോ മാതിരിയുള്ള ഷോർട്ട് ബെൻഡുകൾ, 90 ഡിഗ്രി ബെൻഡ് ഒരിക്കലും ഉപയോഗിക്കരുത്. അല്പം ലോങ് ബെൻഡുകൾ ഉപയോഗിക്കുക. അതെന്തിനാണെന്ന് പറഞ്ഞാൽ ഘർഷണം കുറയ്ക്കാനാണ്, റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ്. പിന്നെ ഈ പമ്പ് സെറ്റിൻ്റെ അടുത്തുനിന്ന് ഒരു 60 സെൻറ്റിമീറ്റർ അകലെ മാറി മാത്രമേ ഈ ബെൻഡ് കൊടുക്കാവുള്ളൂ. എപ്പോഴും അവിടെയും ഒരു ഗ്യാപ്പ് കൊടുക്കേണ്ടി വരും. പിന്നെ ജലസേചന പമ്പ് സെറ്റുകൾ എപ്പോഴും വെള്ളം കൂടുതൽ, ഞാൻ പറഞ്ഞില്ല, കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ വെള്ളം ആവശ്യമാണ് ജലസേചനത്തിന്. വീട്ടാവശ്യത്തിന് വളരെ കുറച്ച് വെള്ളം മാത്രം മതിയാവും. ജലസേചനത്തിന് 1 ഏക്കർ ജലസേചനം നടത്താൻ വളരെ കൂടുതൽ വെള്ളം ആവശ്യമുണ്ട്. അപ്പം വെള്ളം ഉയരത്തിലേക്ക് പമ്പ് ചെയ്തിട്ട് തിരിച്ച് വെള്ളം റിട്ടേൺ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ നോൺ റിട്ടേൺ വാൽവ്, NR വാൽവ് എന്ന് പറയും, ഇംഗ്ലീഷിൽ NR വാൽവ്, നോൺ റിട്ടേൺ വാൽവ്. ഒരിക്കലും വെള്ളം തിരിച്ച് പമ്പ് സെറ്റിലേക്ക് വന്ന് പമ്പ് സെറ്റിൻ്റെ ഇമ്പല്ലറും ബാക്കി ഭാഗങ്ങളും കേടുവരാതിരിക്കാൻ വേണ്ടി നോൺ റിട്ടേൺ വാൽവ്, ഒരു സ്ഥലത്തേക്ക് മാത്രമേ ആ വാൽവ് തുറക്കുകയുള്ളൂ. അത് ഏകദേശം പമ്പ് സെറ്റിൻ്റെ അടുത്തുനിന്ന് ഡെലിവറി സൈഡിൽ, പമ്പിൽ 2 സ്ഥലങ്ങളുണ്ട്, സക്ഷനും ഡെലിവറിയും. ഈ സക്ഷൻ ഭാഗത്തല്ല വയ്ക്കേണ്ടത്, ഡെലിവറി ഭാഗത്തുനിന്ന് 1 മീറ്റർ മാറി എപ്പോഴും ഒരു നോൺ റിട്ടേൺ വാൽവ് ഘടിപ്പിക്കേണ്ടത് നല്ലതായിരിക്കും. അതിന് നല്ല വില വരും. സാധാരണ ബ്രോൺസിലുള്ള 1 ഇഞ്ച് ഡെലിവറി വാൽവിന് ഏകദേശം ഒരു 2000 മുതൽ 2500 വരെ വില വരും. ഇതുകൂടെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പമ്പ് കേടാവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫുട്ട് വാൽവുകൾ ഈ പമ്പിൽ നമ്മളെപ്പോഴും പ്രൈം ചെയ്യണമല്ലോ. വെള്ളം ഒഴിച്ചിട്ടാണ് ഈ സെൻട്രിഫ്യൂഗൽ പമ്പുകൾ എപ്പോഴും വർക്ക് ചെയ്യിക്കുക. അതിനകത്ത് വെള്ളം നിറയ്ക്കുമ്പോൾ ഈ ഫുട്ട് വാൽവുകൾ എപ്പോഴും ആ പൈപ്പിൻ്റെ 3 ഇരട്ടിയെങ്കിലും വ്യാസം വേണം. പൈപ്പ് 1 ഇഞ്ചാണെങ്കിൽ 3 ഇഞ്ച്. അതൊരു തമ്പ് റൂള്. അതിൽ കൂടുന്നത് എപ്പോഴും നല്ലതാണ്. ഫുട് വാൽവ് എപ്പോഴും നല്ല തുറന്ന, മുഴുവനായി തുറക്കുന്ന ഫുട് വാൽവ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഘർഷണം നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ, റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഫ്രീ ആയിട്ട് വെള്ളം അകത്ത് കയറുകയുള്ളൂ. പിന്നെ അതിൻ്റെ അറ്റത്ത് സ്ക്രീൻ എപ്പോഴും തുറന്ന സ്ക്രീനുകളായിരിക്കണം, അടഞ്ഞ സ്ക്രീൻ ആയിരിക്കരുത്. വെള്ളം അപ്പോൾ ഫ്രീ ആയിട്ട് ഇതിനകത്ത് കയറുകയും നേരെ ഇമ്പലർ വഴി നേരെ നമുക്ക് ഉദ്ദേശിക്കേണ്ട സ്ഥലത്ത് എത്തുകയും ചെയ്യും. തിരിച്ച് പമ്പ് ഓഫ് ചെയ്യുമ്പോൾ തിരിച്ച് വെള്ളം വന്ന് ഇമ്പലറിൽ ഇടിക്കാതിരിക്കാനാണ് നമ്മൾ ഈ നോൺ റിട്ടേൺ വാൽവ് വയ്ക്കുന്നത്. നോൺ റിട്ടേൺ വാൽവ് പലപ്പോഴും പല ജലസേചന പമ്പ് സെറ്റുകളും വയ്ക്കാറില്ല, കാര്യം ചിലവ് കുറയ്ക്കാനാണ്. പക്ഷേ ആ ചിലവ് കുറയ്ക്കാൻ കർഷകർ ചെയ്യുന്ന ഈ കാര്യം പമ്പ് പെട്ടെന്ന് കേടാവാനുള്ള സാധ്യതയുണ്ടാവും. 5 വർഷം ആയുസ് പറയുന്ന പമ്പിന് നമ്മൾ നോൺ റിട്ടേൺ വാൽവ് വയ്ക്കാതിരുന്നാൽ 3 വർഷമേ ആയുസ് കിട്ടും. 2 വർഷം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ബെൻഡുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ക്വാളിറ്റിയുള്ള പൈപ്പുകൾ മാത്രമേ വാങ്ങാവുള്ളൂ. പൈപ്പുകൾ എപ്പോഴും ആവശ്യമായ ഗേജുള്ള, ഇപ്പം നമുക്ക് പൈപ്പിൽ തന്നെ കാണും 6 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 8 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ, 4 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ. പ്രഷർ എപ്പോഴും വിഡ്സ്റ്റാൻഡ് ചെയ്യുന്ന, നല്ല പ്രഷർ വിഡ്സ്റ്റാൻഡ് ചെയ്യുന്ന പൈപ്പുകൾ മാത്രമേ സക്ഷൻ സൈഡിൽ ഉപയോഗിക്കാൻ പറ്റൂ. സക്ഷൻ സൈഡാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും ലീക്ക് വരാതെ വേണം സക്ഷൻ സൈഡ് നമ്മൾ പിടിപ്പിക്കാനും. ഡെലിവറി സൈഡിൽ അല്പം ഗേജ് കുറഞ്ഞ പൈപ്പ് ഇട്ടാലും ബെൻഡുകൾ പരമാവധി കുറയ്ക്കണം. നമുക്ക് തിരിച്ചു വരാം. കോളുണ്ട്. ഹലോ ഹലോ ഹലോ, ആരാണ്? സാറേ, കൃഷിവശന്നല്ലേ? അതെ അതെ. ഞാന് നമ്മുടെ അടുത്ത് ഒരു 850 അടി കുഴൽക്കിണർ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതില് പിന്നെ ഇപ്പൊ 400 അടി പൈപ്പിലാണ് വെച്ചേക്കുന്നത് താഴോട്ട്. 1.5 HP കംപ്രസർ, 1.5 HP കംപ്രസറാണ് വെച്ചേക്കുന്നത്. അപ്പൊ മുകളിൽ നിന്ന് താഴോട്ട് 400 അടി വരെ വെച്ചേക്കുന്നത്. കംപ്രസർ പമ്പാണ് വെച്ചിരിക്കുന്നത്. അതന്നെയാണ്, ഇപ്പൊ കംപ്രസർ പൈപ്പാണ് വെച്ചിരിക്കുന്നത്. കംപ്രസർ പമ്പാണ് വെച്ചിരിക്കുന്നത്. പമ്പ് ഭൂമിക്ക് മേളിലിരിക്കുന്നു എന്നർത്ഥം. ഷിഹാബ്, ടി വിയിൽ നോക്കാതെ ഉറച്ച് സംസാരിക്കോ. ടി വിയിൽ നോക്കണ്ട. 850 അടി അടിച്ചതില് 1.5 HP പിന്നെ കംപ്രസറാണ് വെച്ചേക്കുന്നത്. അപ്പൊ അത് മുകളിൽ നിന്ന് താഴോട്ട് 400 അടി വരെ പറ്റൂ കപ്പാസിറ്റി. അപ്പൊ ബാക്കി 450 അടി വെള്ളം താഴോട്ട് കിടക്കുകയാണ്. അപ്പൊ അതില് പിന്നെ ഈ സബ്മേഴ്സിബിൾ പമ്പ് ആണെങ്കിൽ അടിയിലോട്ട് കാത്തു വയ്ക്കാം, കുറച്ചുകൂടെ കാത്തു വയ്ക്കാം. പക്ഷെ അത് വേണ്ടാന്ന് വിചാരിച്ചത് ഈ ആർക്കെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ സബ്മേഴ്സിബിൾ മൊത്തം പൊക്കേണ്ടി വരും. അതുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചാൽ ഇപ്പം 400 അടിയിൽ വെള്ളം അങ്ങനെ വല്ലാതെ കിട്ടുന്നില്ല. ബാക്കി 450 അടി വെള്ളം താഴോട്ട് കിടക്കുകയാണ്. അപ്പൊ അതിന് എങ്ങനെയാണെന്നുള്ള കംപ്രസർ ഈ 400 അടിയിലോട്ട് താഴ്ത്താനുള്ള കംപ്രസർ ഉണ്ടോ? അതാ പിന്നെ ഈ ഇപ്പൊ വച്ചിരിക്കുന്ന കംപ്രസർ പമ്പിന് എത്ര കുതിരശക്തിയാണ് അതിന്റെ ശേഷി? 1.5 HP. 1.5 HP ഉള്ള പമ്പാണ് വെച്ചിരിക്കുന്നത്.
അല്പം കൂടെ നമുക്ക് ആഴത്തിൽ വെക്കാവുന്ന കംപ്രസർ പമ്പുകൾ കിട്ടും. പക്ഷെ കംപ്രസർ പമ്പിലേക്ക് ഇനി വീണ്ടും പോകണമോ? കുറച്ചുകൂടെ ഇത് വീണ്ടും താക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ താക്കാം, ഒരു ലെങ്ത് കൂടെ താക്കാം ഇനിയും. 400 അടിയാണ് വെച്ചേക്കുന്നത്. അപ്പൊ ഇത് പിന്നെ പ്ലംബിംഗ് ചെയ്ത കക്ഷി പറഞ്ഞത് 400 അടി വരെ കപ്പാസിറ്റി ഉള്ളു, ബാക്കി പറ്റത്തില്ലെന്നാ. ഇപ്പൊ എത്ര ലെങ്ത് പൈപ്പ് വെച്ചിട്ടുണ്ട്? എന്താ സാറേ? എത്ര ലെങ്ത് പൈപ്പ്, എത്ര മീറ്റർ പൈപ്പ് വെച്ചിട്ടുണ്ട്? 400 അടി മോളിൽ 400 അടി പൈപ്പ് വെച്ചിട്ടുള്ളൂ. 400 അടി അല്ലേ? 400 അടി. ഏകദേശം 150 അടി വെള്ളം അടിയിലോട്ട് കടന്നു. ഉണക്കാണ്ട് കുറേശ്ശേ വെള്ളം കിട്ടുന്നുള്ളൂ. ഇപ്പൊ വെള്ളം ആവശ്യത്തിന് കിട്ടുന്നില്ല. കുറച്ചേ കിട്ടുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് വെക്കണമെങ്കിൽ ഇനി വെക്കണമെങ്കിൽ സബ്മേഴ്സിബിൾ പമ്പ് തന്നെ വേണ്ടി വരും. അതാണ് അത് നമ്മള് അങ്ങനെ ആലോചിച്ചപ്പോ തന്നെ വേണ്ടെന്ന് വിചാരിച്ചത് കംപ്ലൈന്റ് മൊത്തം. അതിന് ഷിഹാബിന് ഒരു കാര്യം ചെയ്താൽ മതി. കുഴൽ കിണർ ഇപ്പൊ എത്ര നാളായി കുത്തിയിട്ട്? ഏതാണ്ട് 3-4 കൊല്ലമായി. അപ്പൊ അതിന് റീചാർജ് ചെയ്യാനുള്ള ഒരു പദ്ധതി നോക്കുക. ഉയരമുള്ള സ്ഥലത്താ സാറേ. അത് ശരി. റീചാർജ് ചെയ്യാൻ വെള്ളം വീട്ടിൽ നിന്നും എടുത്ത് അതിനകത്ത് റീചാർജ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല അല്ലേ? ഒരു കുടിവെള്ള പദ്ധതിയായിട്ട് തുടങ്ങിയതാണ്. വെള്ളം കുറവാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് 3 ഫേസിന്റെ കംപ്രസർ പവർ കൂടിയ മോട്ടർ ഉണ്ടാവുമെന്ന്. ക്ലിയർ ആകുന്നില്ല. 3 ഫേസിന്റെ കംപ്രസർ വല്ലതും ഉണ്ടാവോ? ഇത് കുറച്ചുകൂടി താഴോട്ട് വെക്കുന്നതിന് വേണ്ടി ഒരു അല്പം കൂടെ 3 ലെങ്ത് കൂടെ പൈപ്പ്, അതായത് ഒരു 15 മീറ്റർ കൂടെ താക്കാം. ഈ കംപ്രസർ വെച്ച് തന്നെ, കംപ്രസർ പമ്പ് വെച്ച് തന്നെ 15 മീറ്റർ കൂടെ താക്കാൻ പറ്റും. അപ്പൊ ഈ സബ്മേഴ്സിബിൾ പമ്പ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ സാറേ നമ്മള് വെള്ളം കിട്ടുമോ? സബ്മേഴ്സിബിൾ പമ്പ് വേണമെങ്കിൽ എത്ര ആഴത്തിൽ നിന്ന് വേണമെങ്കിലും വെള്ളം എടുക്കാം. അതിനനുസരിച്ച് വില കൂടിക്കൊണ്ടിരിക്കും. എത്ര പൈപ്പിന്റെ സൈസ് എത്രയാ? പൈപ്പ് സൈസ് ഇതിന്റെ വലിയ കുഴലിനടിച്ചേക്കാ സൈറ്റിൽ കൊണ്ടിട്ട് അടിക്കുന്ന പമ്പിന്റെ സൈസ്, പൈപ്പിന്റെ സൈസ്, പമ്പിലെ സൈസ് എനിക്കറിയില്ല. അതുകൂടെ നോക്കണം. അതുകൂടെ നോക്കിയാൽ കംപ്രസർ പമ്പ് എത്ര HP വേണമെന്നുള്ളത് ഞാൻ പറയായിരുന്നു. അതറിയാത്തതുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ, ഏത് ജില്ലയാണ് ഇത്? കൊല്ലം ജില്ല. കൊല്ലം ജില്ലയാണെങ്കിൽ കൊല്ലം കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിൽ നിങ്ങളൊന്ന് അന്വേഷിക്കുക. അവിടുന്ന് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒന്ന് സൈറ്റ് ഒന്ന് കാണിക്കുക. അവര് പമ്പ് സെലക്ട് ചെയ്ത് തരും. അവരെ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. അതെ, കംപ്ലൈന്റ് വന്നാൽ പൊക്കേണ്ടി വരും. അത് ഉറപ്പാണ്. കാര്യം അതിനകത്തല്ലേ ഇരിക്കുന്നത് പമ്പ്. ഷിഹാബിന്റെ മനസ്സിൽ ബാക്കി വെച്ച ചോദ്യങ്ങൾ തീർച്ചയായും നമ്മുടെ അതിഥിയോട് ചോദിക്കാം. അവസാനം ഞാൻ ഫോൺ നമ്പർ തരുന്നതാണ്. എന്തായാലും വിളിച്ചതിന് നന്ദി. സർവിനി ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ട്. ഗാർഹിക ആവശ്യത്തിനും കൃഷിയിടങ്ങളിലെ ജലസേചനത്തിനും ഇന്ന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കിണറുകളെയാണ്. കാർഷിക ആവശ്യങ്ങൾക്കായി തുറന്ന കിണറുകളെയും കുളങ്ങളെയുമാണ് കൃഷിക്കാർ ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ഉയരത്തിലേക്ക് വെള്ളം എത്തിക്കുക എന്നത് വളരെ ആയാസകരമായ പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തിയെ ലഘൂകരിക്കുന്നതിനായി വിവിധ തരം പമ്പ് സെറ്റുകൾ ഉപയോഗിച്ചു വരുന്നു. ഇവയിൽ പ്രധാനം വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നവയും ഓയിൽ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നവയുമാണ്. ഇവ കൂടാതെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളായ സോളാർ, കാറ്റ്, ബയോഗ്യാസ് എന്നിവ ഉപയോഗിച്ചും പ്രവർത്തിപ്പിക്കാവുന്ന പമ്പ് സെറ്റുകൾ നിലവിലുണ്ട്. എന്നാൽ ഇവ ഇന്ത്യയിൽ വ്യാപകമല്ല. വൈദ്യുതി എത്താത്ത ഒറ്റപ്പെട്ട കൃഷിയിടങ്ങളിൽ ഡീസലോ പെട്രോളോ കൊണ്ടോ പ്രവർത്തിപ്പിക്കുന്ന പമ്പ് സെറ്റുകൾ ഉപയോഗിച്ചു വരുന്നു. ജലസേചനത്തിനായുള്ള പമ്പ് സെറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ ഘടകങ്ങളുണ്ട്. എന്നാൽ പലപ്പോഴും ആരും ഇത് ശ്രദ്ധിക്കാറില്ല. സ്വന്തം കൃഷിയിടത്തിന് അനുയോജ്യമായ കാര്യക്ഷമതയുള്ള പമ്പ് സെറ്റ് തിരഞ്ഞെടുക്കുന്നതിലാണ് വിജയം. കുറഞ്ഞ വൈദ്യുതിയിൽ കൂടുതൽ ജലം എത്തിക്കുന്ന പമ്പ് സെറ്റുകളാണ് നമുക്ക് ആവശ്യം. ഒരു പമ്പ് സെറ്റ് തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് കൃഷിയിടത്തിന്റെ വിസ്തൃതി, അവിടുത്തെ ജലസ്രോതസ്സിന്റെ ലഭ്യത, ഏത് തരം വിളയാണ് കൃഷി ചെയ്യുന്നത്, പമ്പ് സെറ്റിന് വേണ്ട കാര്യക്ഷമത എന്നിവ കണക്കാക്കണം. നമ്മുടെ മണ്ണിന് എത്രമാത്രം ജല ആഗിരണ ശേഷി ഉണ്ടെന്നുള്ളതും സ്ഥലത്തിന്റെ ചെരിവും ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് കേരളത്തിൽ ഉപയോഗിക്കുന്ന 70% പമ്പ് സെറ്റുകളുടെയും കാര്യക്ഷമത 50% താഴെ മാത്രമാണ്. ഇത് കൂടുതൽ വൈദ്യുത ഉപഭോഗത്തിനും ജലനഷ്ടത്തിനും കാരണമാകുന്നു. ജലസേചനം നടത്തുമ്പോൾ കാര്യക്ഷമതയുള്ള പമ്പ് സെറ്റുകൾ തിരഞ്ഞെടുക്കാൻ നാം ശ്രദ്ധിക്കണം.
കൃഷിസ്ഥല സർവേയുടെയും മണ്ണിന്റെയും വിളകളുടെയും വൈവിധ്യപരമായ സാഹചര്യം നിലനിർത്തിയും കിണറുകളുടെ ആഴം, ജലലഭ്യത എന്നിവ കണക്കിലെടുത്തും സാങ്കേതിക വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം പമ്പ് സെറ്റുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഇതുവഴി അമൂല്യങ്ങളായ ജലത്തിന്റെയും വൈദ്യുതിയുടെയും അമിത ഉപയോഗം കുറയ്ക്കുവാനും കൃഷിയിൽ നിന്നുള്ള ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും സാധിക്കും. കാർഷിക ആവശ്യത്തിന് പമ്പ് സെറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർ, നമുക്ക് പമ്പ് സെറ്റ് എത്ര തരമുണ്ട് പ്രധാനമായിട്ട് പറഞ്ഞാൽ? കാർഷിക പമ്പ് സെറ്റുകൾ, വിവിധ തരം കാർഷിക പമ്പ് സെറ്റുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. അത് എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജലത്തിൻ്റെ ലഭ്യതയും എത്ര ഉയരത്തിലേക്ക് ജലം എത്തിക്കണം എന്നതിനെ ആശ്രയിച്ചിരിക്കും. കുട്ടനാട് ഉപയോഗിക്കുന്ന പമ്പല്ല പാലക്കാട് ഉപയോഗിക്കേണ്ടത്. പാലക്കാട് ഉപയോഗിക്കുന്ന പമ്പ് സെറ്റ് പലപ്പോഴും തിരുവനന്തപുരത്ത് ഉപയോഗിക്കാൻ പറ്റിയെന്നിരിക്കില്ല. കുട്ടനാട് ഏരിയയിൽ നമുക്കറിയാം ജലസ്രോതസ് ഏകദേശം 2 മീറ്റർ 3 മീറ്റർ ആഴത്തിൽ നമുക്ക് കിട്ടും. കൂടുതൽ നെൽകൃഷിയാണ്. അതിന് പ്രൊപ്പല്ലർ പമ്പുകൾ, ലോ ഹെഡ് ഹൈ എഫിഷ്യൻറ്റ് പമ്പുകളാണ്. ചെറിയ ഹെഡിൽ വർക്ക് ചെയ്യുന്ന വളരെ കൂടുതൽ ജലം, ഒരു സെക്കൻഡിൽ 100 ലിറ്റർ 150 ലിറ്ററോളം പെട്ടെന്ന് അടിച്ച്, നെൽകൃഷിയാണല്ലോ അവിടെ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമുള്ള വിളകളാണ് നെല്ലും കരിമ്പും ഒക്കെ. അതിന് ചുരുങ്ങിയ സമയത്തിലുള്ള കൂടുതൽ വെള്ളം, കനാലിൽ നിന്നാണ് വെള്ളം നമ്മൾ പമ്പ് ചെയ്യുക. മുമ്പ് പെട്ടിയാൻപറ ഉപയോഗിച്ചിരുന്നു. പെട്ടിയാൻപറയുടെ എഫിഷ്യൻസി കുറവായതുകൊണ്ട് നമ്മൾ പമ്പ് സെറ്റാണ് ഉപയോഗിക്കുന്നത്. ഈ പമ്പ് സെറ്റുകൾ ഈ കുട്ടനാട് പ്രദേശങ്ങളിൽ ലോ ഹെഡ് പമ്പുകൾ ഉപയോഗിക്കും. എന്നാൽ ഹൈ ഹെഡ് പമ്പുകളാണ് പാലക്കാടും തിരുവനന്തപുരവും കൊല്ലവും മറ്റു ഭാഗങ്ങളിലും വയനാട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്. പമ്പ് സെറ്റിൻ്റെ തിരിച്ചു വരാം. ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, ആരാണ്? ഞാൻ രാധാകൃഷ്ണൻ നായർ, അടൂരിന് വിളിക്കുക, പത്തനംതിട്ടയില്ലേ. ചോദിച്ചോളൂ സാർ. ചോദിക്കണം. എനിക്ക് ഒരു കാർഷിക ആവശ്യത്തിന് വേണ്ടി ഒരു 100 മീറ്റർ ഹൈറ്റിലേക്ക് ഒരു കുളത്തിൽ നിന്നും ജലം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് സൈസ് പമ്പാണ് അനുയോജ്യം എന്നറിഞ്ഞാൽ കൊള്ളാം. എത്ര HP വേണ്ടി വരുമെന്നും അറിയണം. എത്ര വെള്ളം ആവശ്യമുണ്ട്? വെള്ളം ഒരു ടാങ്ക് കെട്ടിയിട്ടുണ്ട്. ആ ടാങ്കിനകത്തേക്ക് ഫില്ല് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര ലിറ്റർ ടാങ്കാണ് കെട്ടിയിരിക്കുന്നത്? അത് ഒരു എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 50,000 ലിറ്ററോളം കൊള്ളുന്ന ടാങ്കാണ്. 50,000 ലിറ്റർ ടാങ്ക് ഉണ്ട് ഇപ്പൊ ഓൾറെഡി അല്ലേ? ഒറ്റയടിക്ക് നടക്കണമെന്നില്ല. ഇപ്പൊ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. റൈറ്റ്. ഈ ജലസ്രോതസ്സിന്റെ അടുത്ത് വൈദ്യുതി എത്തിയിട്ടുണ്ടോ? വൈദ്യുതി 100 മീറ്ററിന് മേളിൽ ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. ഈ ജലസ്രോതസ് ഉള്ള അടുത്ത് വൈദ്യുതി ഉണ്ടോ? ഇല്ല. അപ്പൊ വൈദ്യുത പമ്പ് സെറ്റ് വയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് അല്ലേ? അല്ല, വൈദ്യുതി എത്തിക്കാം. പിന്നെ കാർഷിക ആവശ്യത്തിന് അപേക്ഷ കൊടുത്താൽ കിട്ടുമെന്നാണ് ഒരു ആള് പറഞ്ഞത്. 100 മീറ്റർ ഉയരത്തിലേക്ക് എത്തിക്കണം. 100 മീറ്റർ ഹൈറ്റ് ഉണ്ട്. തട്ടായിട്ട് കിടക്കുന്ന ഭൂമിയാണ്. റൈറ്റ്. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി. കേൾക്കാമല്ലോ അല്ലേ? ഇതിന് സ്റ്റേജ് പമ്പ് വെക്കേണ്ടി വരും. അതായത് സ്റ്റേജ് പമ്പ് സ്ഥലത്തിനടുത്ത് പമ്പ് സെറ്റ് വെക്കുക. 4 സ്റ്റേജുള്ള പമ്പ് വേണ്ടി വരും. 4 സ്റ്റേജ്. നേരത്തെ ഒരു ഉത്തരം പറഞ്ഞ അതുപോലെ തന്നെ അത് 700 മീറ്ററിന്റെ ആയിരുന്നു അദ്ദേഹം എറണാകുളത്തുകാരൻ ചോദിച്ചത്. എനിക്ക് 100 മീറ്റർ മതി, അതിന് ഇത്രയും വേണ്ടി വരുമോ? മറ്റേത് രണ്ട് പമ്പാണ് പറഞ്ഞത്. 2 പമ്പാണ്. ഇത് ഒറ്റ പമ്പ്, ഒരു പമ്പ്, 4 സ്റ്റേജുള്ള ഒരു പമ്പ്. ഒരു പമ്പ് വെച്ചാൽ 4 സ്റ്റേജ് 4 ഇമ്പല്ലർ കാണും അതില്. ഓരോ ഇമ്പല്ലറിനും ശ്രദ്ധിച്ച് കേൾക്കുക, ഓരോ ഇമ്പല്ലറിനും ഏകദേശം 24 മീറ്റർ ഉയരത്തിൽ വെള്ളം എത്തിക്കാൻ പറ്റും. ഏകദേശം 4 ഇമ്പല്ലറുള്ള ഒരു സ്റ്റേജ് പമ്പ് വേണ്ടി വരും. സ്റ്റേജ് പമ്പ് വയ്ക്കുമ്പോൾ 3 ഫേസ് ഇലക്ട്രിസിറ്റി നമുക്ക് വീട്ടിൽ വേണ്ടി വരും. ഹൈ ടെൻഷൻ അല്ല, 3 ഫേസ്. ഇപ്പോഴത്തെ പുതിയ വീടുകളെല്ലാം 3 ഫേസ് തന്നെയാണ്. പഴയ വീടാണെങ്കിൽ സിംഗിൾ ഫേസ് വൈദ്യുതി ഉള്ള വീടുകളായിരിക്കും. പുതുതായിട്ട് വെച്ചാണെങ്കിൽ എല്ലാം 3 ഫേസ് തന്നെയായിരിക്കും വർക്ക് ചെയ്യുക. പമ്പിന് നല്ല വില വരും. ഏകദേശം പമ്പിന്റെ വില 40,000 രൂപയോളം വരും. 30,000 മുതൽ 40,000 രൂപ വില വരും. സബ്സിഡി കിട്ടുമെന്നുള്ളത് കൃഷിഭവനുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക. എന്നിട്ട് ഈ
ജലസ്രോതസ്സിനടുത്ത് പമ്പ് വയ്ക്കുക. അതായത് ജലസ്രോതസ്സും പമ്പുമായിട്ടുള്ള ഹൈറ്റ് 8 മീറ്ററിൽ കൂടരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിലായല്ലോ അല്ലേ? കിണറല്ല, കുളം. മനസ്സിലായി. 4 സ്റ്റേജ് പമ്പ് ഫിറ്റ് ചെയ്താൽ മതിയാവും. ശരി. എന്തായാലും വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് രാധാകൃഷ്ണൻ ചോദിച്ചത്. രാധാകൃഷ്ണനെ പോലെയുള്ള കർഷകർക്ക് വേണ്ടി ഒരു കൃഷി ഓഫീസർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഇലക്ട്രിക് കണക്ഷൻ, LT5 കണക്ഷൻ, അതിൻ്റെ റേറ്റ് കുറഞ്ഞ കണക്ഷൻ തീർച്ചയായും കൃഷിഭവൻ വഴി, എല്ലാ കൃഷിഭവൻ വഴിയും അതിൻ്റെ പദ്ധതിയുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. 30 സെന്റ് സ്ഥലം തെങ്ങുംപുരയിടമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 75% സബ്സിഡി വിളകളുണ്ടെങ്കിൽ, ഓപ്പൺ സ്ഥലം കുറഞ്ഞ് 70% കാർഷിക വിളകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ജലസേച ആവശ്യത്തിലേക്ക് വേണ്ടി പവർ താരിഫിന്റെ സ്കീമിൽ പെടുത്തിയിട്ട് അവർക്ക് ഇലക്ട്രിക് കണക്ഷൻ കിട്ടും. വളരെ വളരെ നല്ലൊരു കാര്യമാണ്. അതുകൂടാതെ ഇപ്പൊ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ 10 സെന്റ് സ്ഥലം, വെറ്റില കൃഷി, കൂടുതൽ വെള്ളം നനയ്ക്കാനുള്ള വെറ്റില കൃഷി 5 സെന്റ് പൂർണ്ണമായിട്ട് വെറ്റില കൃഷി ഉണ്ടെന്നുണ്ടെങ്കിൽ 5 സെന്റ് സ്ഥലത്ത് പോലും ഈ ഇലക്ട്രിക് കണക്ഷൻ നമുക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ മറ്റൊരു ഈ ചോദ്യത്തിന്റെ ഇടയിൽ തന്നെ വന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പമ്പ് സെറ്റിന് സബ്സിഡി ഉണ്ടോ? ഒരുപാട് പദ്ധതികൾ ഇപ്പൊ തന്നെ പ്രധാനമന്ത്രിയുടെ കൃഷി സിഞ്ചായ് പദ്ധതി പ്രകാരം 15,000 രൂപ വരെ ഡീസലും അതുപോലെ തന്നെ പെട്രോൾ പമ്പ് സെറ്റിനും സബ്സിഡി ഉണ്ട്. അതുകൂടാതെ ഇപ്പം വിവിധ പഞ്ചായത്തുകളിലും നഗരസഭയിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാം തന്നെയും കാർഷികാവശ്യത്തിന്റെ പമ്പ് സെറ്റ് 50% സബ്സിഡിയോടുകൂടി കൊടുക്കുന്നുണ്ട്. പരമാവധി ഒരു പമ്പിന് 5,000 രൂപ വരെ നമുക്ക് അതിനകത്ത് സബ്സിഡി കൊടുക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രയോജനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ശാസ്ത്രീയ അവബോധത്തോടുകൂടി പമ്പ് സെറ്റ് വാങ്ങുകയും ചെയ്താൽ നല്ലൊരു പരിധി വരെ നമുക്ക് കൃഷിയെ കാര്യക്ഷമമായി കൊണ്ടുപോകാൻ കഴിയും. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ഒരുപാട് പ്രസക്തമായ ചോദ്യങ്ങൾ ഇനിയും കർഷകരുടെ മുന്നിൽ ഉണ്ട്. പക്ഷെ നമ്മുടെ സമയം, എൻ്റെ പ്രോഗ്രാമിൻ്റെ തിരശ്ശീലയിടാൻ സമയമായി എന്നുള്ള ഒരു അറിയിപ്പാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ഈ പ്രോഗ്രാം ഈ സമയത്ത് വൈൻഡപ്പ് ചെയ്യാൻ നിർബന്ധിതമാവുകയാണ്. നമ്മുടെ കർഷകരെ സുഹൃത്തുക്കളുടെ ഉള്ളിൽ മാറ്റി നിർത്തിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അതിഥിയോട് ചോദിക്കാം. അതിനായി വിലാസം പറയുന്നു: KS ഉദയകുമാർ, അഗ്രികൾച്ചർ എഞ്ചിനീയർ, ടെക്നിക്കൽ ഹെഡ്, ഹൈടെക് ഫാം, KLD ബോർഡ്, പട്ടം, തിരുവനന്തപുരം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9446004363. സാറിൻ്റെ ഈ ഒരു വളരെ വിലപ്പെട്ട പ്രസക്തമായ വിഷയം തന്നെയായിരുന്നു. ഒരുപാട് നിർദ്ദേശങ്ങൾ, വളരെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് സാർ തന്നിരിക്കുന്ന ഈ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ തീർച്ചയായും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് ഉത്തമമായ വിശ്വാസമുണ്ട്. ഒരുപാട് കോളുകൾ സാറിന് പ്രതീക്ഷിക്കാൻ ഇന്ന് തുടങ്ങി. ഈ പ്രോഗ്രാമിന് വിളിച്ച ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും ദൂരദർശന് വേണ്ടിയിട്ടും നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൃഷിദർശൻ പ്രേക്ഷകർക്ക് എല്ലാവിധ നന്ദിയും പ്രകാശിപ്പിക്കുന്നു.